നമ്മുടെ മോട്ടിച്ചോറ് ലഡു റെഡി ആയിട്ടുണ്ട്. ഹായ് എവരിബഡി, ABC വ്ളോഗേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മോട്ടിച്ചോറ് ലഡുവാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവ് 1 കപ്പ്, പിന്നെ നമുക്ക് വേണ്ട കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓറഞ്ച് ആൻഡ് റെഡ് മിക്സ്ഡ് കളറാണ്. പിന്നെ അത് ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ വെള്ളത്തിൽ ഞാനത് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഹണി വേണം, പിന്നെ കുറച്ച് ഞാൻ കാഷ്യൂസ് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഒന്നാണ് ഗീ. ഞാൻ മുല്ലയുടെ ഗീയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ റോസ് വാട്ടർ വേണം. പിന്നെ നമ്മൾ ഏത് കപ്പിനാണോ കടലമാവ് എടുക്കുന്നത് ആ കപ്പിൻ്റെ അളവിലുള്ള വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തായിരുന്നല്ലോ ലിക്വിഡ് ഗ്ലൂക്കോസ്, അതാണ് ഈ സാധനം. ഏറ്റവും അത്യാവശ്യം സാധനം എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ ഉണ്ടാകും. ഇതിൻ്റെ ആ അച്ചാണ് നമുക്ക് സാധാരണ പറഞ്ഞാൽ വീട്ടിലെല്ലാ വീട്ടുകളും കാണുന്നതാണ്. ഇതുപോലെ ചെറിയ കെഴുത്തയുള്ള അരിപ്പ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ എല്ലാ മാർക്കറ്റിൽ നിന്ന് ഞാൻ മേടിച്ച ഇതുകൊണ്ട് നമുക്ക് നോക്കാം ഇതിന് വേണ്ട 1.5 കപ്പ് പഞ്ചസാരയും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം കടലമാവ് എടുക്കാം. പിന്നെ നമ്മളെടുത്ത് വെച്ച വെള്ളം ഇത് ഒരുമിച്ച് ഒഴിക്കല്ലേ, ചെറുതായിട്ട് ഒഴിച്ച് ലംസ് ഒന്നും ഇല്ലാതെ, അത് കട്ട പിടിക്കാതെ നീറ്റായിട്ട് എടുക്കണം. ഒരിടത്ത് പോലും ലംസ് ഇല്ലാതെ നന്നായിട്ട്. ഇനി നമ്മൾ പിന്നെ ആ കളറും നമ്മൾ ഡൈല്യൂട്ട് ചെയ്തത് നമുക്കിതിനകത്ത് ഒഴിച്ച് കൊടുക്കുക. അതുകൂടെ മിക്സ് ചെയ്ത് എവിടെയും ഒരു കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഡൈല്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോൺസ്റ്റൻസി എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ നമുക്ക് ഈ അരിപ്പയിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട് പൊടി പോലെ ഡ്രോപ്സ് ആയിട്ട് വീണ് നമുക്കിത് ചെയ്യാം. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ബൂന്തി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ബൂന്തി ഇട്ട് തുടങ്ങാം. അത് നമുക്ക് കിഴക്കുള്ള അരിപ്പിക്കകത്ത് പതുക്കെ ഇട്ട് ഹസ്ബൻഡിൻ്റെ ഹെൽപ്പും കൂടി ചേർത്താണ് ചെയ്യുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ തട്ടി അപ്പം നമ്മുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ നമ്മുടെ നല്ല നൈസിലുള്ള ബൂന്തി റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് ഷുഗർ ഇടാം. ഷുഗർ ഇട്ട ശേഷം ഇതിലുള്ള വെള്ളം ഒഴിക്കാം. നന്നായിട്ട് ഇത് ഇറക്കി കൊടുക്കുക, പാനിയാക്കി എടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒഴിക്കാനുള്ളതാണ് കളറ്. ബാലൻസ് നമ്മൾ വെച്ചിരുന്ന കളർ ഇതിനകത്തോട്ട് ഒഴിക്കുക. ബിക്കോസ് ഈ കളറാണ് ഈ ബൂന്തിയുടെ ഏറ്റവും ഹൈലൈറ്റായുള്ള കാര്യം. നമുക്കൊരു സ്പൂൺ എടുത്ത് നന്നായിട്ട് ഗ്യാസ് ഇട്ട് അത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇതെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് ഗ്ലൂക്കോസ് എടുക്കാൻ വേണ്ടിയാണ്. ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ ചൂടോടെ നമുക്ക് നല്ലൊരു അമൗണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ പാനിക്കൽ ഒഴിക്കുകയാണ്. ഇത് നമുക്ക് നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ലഡു നല്ല സോഫ്റ്റായിരിക്കും. പിന്നെ നല്ല സിൽക്കി ആയിട്ട് നമുക്ക് ലഡു വയ്ക്കും. അപ്പോൾ താത്ത് വെച്ച് ഉണ്ടാക്കാവൂ കേട്ടോ. ഒരു കാരണവശാലും ഈ ഫ്ലെയിം ഹൈ ഇടല്ലേ. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ആ ഒരു കാരമലിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. ഇതിലേക്ക് നമ്മൾ റോസ് വാട്ടർ പറഞ്ഞായിരുന്നു. നമുക്കതൊരു ചെറുതായി ഒരു 2-3 ഡ്രോപ്പ് എന്ന് പറയാം, അത്രയും ഇടാം. ഇപ്പം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ബൂന്തി അതിനകത്തോട്ട് ഇടുകയാണേ. ആ ഫ്ലൂയിഡ് ശർക്കര പാനിയെല്ലാം പറ്റി. അപ്പോൾ ഇത് നല്ല ഇതിൽ ഡ്രൈ ആയി കിട്ടി. ഇനി ഇത് തണുക്കാൻ വേണ്ടി എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലഡുവായിട്ട് ഉണ്ടാക്കാം. ഇത് കണ്ടോ തരി പോലെ കിടപ്പുണ്ട്. ഇതിനിപ്പോൾ നന്നായിട്ട് ലഡു ആക്കി എടുക്കാം. അപ്പോൾ എണ്ണ തേച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ലഡു ആക്കി ഉണ്ടാക്കി തുടങ്ങാം.
നമ്മുടെ മോട്ടിച്ചോറ് ലഡു റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് മോട്ടിച്ചോറ് ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം, കമൻസ് അറിയിക്കണം. ഇനി ഒരു വ്ലോഗുമായിട്ട് അടുത്തൊരു ദിവസം വരാം.